ഇന്ത്യയുടെ ജലാതിർത്തികളിൽ ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുപോലെ ഇന്ത്യക്ക് ഭീഷണിയാണ്. അതിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികശക്തിയായ ചൈന മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രം. പാകിസ്ഥാനും ബംഗ്ലാദേശും പിന്നിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഇന്ത്യയെ ഏത് വിധേനയും ശല്യപ്പെടുത്താനുള്ള പല തന്ത്രങ്ങളും മെനഞ്ഞു വരികയാണ്. അവിടെയാണ് ഇന്ത്യയുടെ വർഷങ്ങളായി ഇന്ത്യ കൈവശം വച്ചിരിക്കുന്ന അന്തർവാഹിനി വിരുദ്ധ പടക്കപ്പലുകളും ഏറ്റവും പുതുതായി അതിനുവേണ്ടി DRDO വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ റോക്കറ്റുമൊക്കെ അതിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് ഉണ്ടാകുന്നത്. ശത്രു അന്തർവാഹിനികളെ നശിപ്പിക്കാനായി DRDO തദ്ദേശീയമായിട്ടാണ് വികസിപ്പിച്ചത് ഈ ആൻറ്റി സബ്മറൈൻ റോക്കറ്റ്. എക്സ്റ്റൻഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് എന്ന ഇറേസർ റോക്കറ്റുകൾ കഴിഞ്ഞ 15 ദിവസത്തിനിടെ INS കവരത്തിൽ നിന്നും 17 എണ്ണമാണ് ഇന്ത്യ പരീക്ഷിച്ച് വിജയിച്ചത്. ഇന്ത്യയുടെ നാവിക പ്രതിരോധ ശേഷികളിൽ ഏറെ സുപ്രധാനമായൊരു നീക്കം തന്നെയായിരുന്നു ഈ കടലിൽ നടന്ന പരീക്ഷണവും. 15 ദിവസം കൊണ്ട് 17 റോക്കറ്റുകൾ ഇന്ത്യ എങ്ങനെ വിക്ഷേപിച്ച് വിജയിച്ചു എന്ന് അത്ഭുതം കൂറുകയാണ് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും. DRDOയുടെ പൂനെ ആസ്ഥാനമായുള്ള ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിച്ചാണ് ഇന്ത്യൻ നാവികസേന INS കവരത്തി യുദ്ധക്കപ്പലിൽ നിന്നും ഈ 17 റോക്കറ്റുകളും ഇറേസർ റോക്കറ്റുകളും പരീക്ഷിച്ചത്. വ്യത്യസ്ത ശ്രേണിയിൽപ്പെട്ടതാണ് ഈ 17 റോക്കറ്റുകൾ എന്നതാണ് എൻ്റെ പ്രത്യേകത. ഓരോ റോക്കറ്റിനും ഓരോ ദൂരപരിധിയും ഓരോ ശേഷിയുമാണ്. അന്തർവാഹിനികളുടെ കില്ലർ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ അന്തർവാഹിനി വിരുദ്ധ പടക്കപ്പൽ ഫ്ലീറ്റിൽ ഇനി ഇറേസർ മിസൈലുകൾ പ്രധാനമായും ഉപയോഗിക്കും. ഇന്ത്യയുടെ കടൽ പട്രോളിങ്ങിലെ നിർണായക ശക്തിയാണ് കില്ലർ പടക്കപ്പലുകൾ. ഇന്ത്യയുടെ ആൻറ്റി സബ്മറൈൻ പടക്കപ്പലുകളായ 11 എണ്ണം അർണാല, മാഹി, മാൽപെ, മാംഗ്രോവ്, കർമ്മഡോ, കിൽട്ടൺ, അക്ഷയ്, കവരത്തി, മുൽക്കി, മംഗോളി, ഒപ്പം കാട്ട്മാത്തു. പേര് പോലെ തന്നെ ഈ കാട്ട്മാത്ത് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ വർഷങ്ങളായി വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിൽ പ്രത്യേക പങ്കുവഹിക്കുന്ന INS കാട്ട്മാറ്റ് അന്തർവാഹിനികളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധക്കപ്പലുകളിൽ രണ്ടാമനാണ്. ഇപ്പോഴും ഇന്ത്യയുടെ അഭിമാനമാണ് INS കാട്ട്മാറ്റ്. ഇതുമാത്രമല്ല, 11 ആൻറ്റി സബ്മറൈൻ വാർഷിപ്പുകളും വെള്ളത്തിനടിയിലൂടെ വരുന്ന വേട്ടക്കാരെ മണത്തറിയാനും നശിപ്പിക്കാനും കഴിയുന്ന സാങ്കേതികവിദ്യ കൊണ്ട് സജ്ജമാണ്. ഇന്ത്യയുടെ ജല അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറുന്ന ഒരു സബ്മറൈനും വെറുതെ വിടില്ല എന്നതാണ് ഇവരുടെ പ്രത്യേകത. ശത്രു അന്തർവാഹിനി ആക്രമണങ്ങളിൽ നിന്നും വാഹനവ്യൂഹങ്ങളെയും തുറമുഖങ്ങളെയും കപ്പലുകളുമൊക്കെ സംരക്ഷിക്കുക എന്നതും ഇവരുടെ സുപ്രധാന ദൗത്യമാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കി ഇന്ത്യൻ പടക്കപ്പലുകൾ വിമാനവാഹിനി കപ്പലടക്കം കുതിച്ചപ്പോൾ, കടലിനടിയിലൂടെ ഇന്ത്യൻ അന്തർവാഹിനികൾ കുതിച്ചപ്പോൾ അവയ്ക്ക് സംരക്ഷണമൊരുക്കി ഈ അന്തർവാഹിനി വിരുദ്ധ പടക്കപ്പലുകളും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. $61 ബില്യൺ പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് 2 വിമാനവാഹിനി കപ്പലുകളും ആണവ പോർമുന വഹിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ തൊടുത്തുവിടാൻ കഴിവുള്ള 3 ആണവ അന്തർവാഹിനികൾ ഉൾപ്പെടെ കുറഞ്ഞത് 100 പുതിയ യുദ്ധക്കപ്പലുകൾ സ്വന്തമാക്കുകയാണ് ഇന്ത്യയുടെ ഇനിയുള്ള ലക്ഷ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന ഇപ്പോഴും ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ആധിപത്യം അധിനിവേശത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അങ്ങനെ ചൈനയുടെ സ്വേച്ഛാധിപത്യത്തെ ഭയപ്പെടുന്ന ഏഷ്യയിലെ US പങ്കാളികളായ രാജ്യങ്ങൾക്ക് വരെ യുദ്ധക്കപ്പലുകൾ വിൽക്കാനുള്ള ഒരു കയറ്റുമതി ചെയ്യാനുള്ള ഒരു ശക്തിയായി മാറുകയെന്നാണ് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം. കഴിഞ്ഞ വർഷം ആദ്യമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പട്രോളിംഗ് നടത്താൻ ചൈന ഒരു ആണവ അന്തർവാഹിനി വിന്യസിച്ചിരുന്നു. ചൈനയുടെ മറ്റു ഡീസൽ അന്തർവാഹിനി അതൊരു ചാരക്കപ്പലായിരുന്നു. ശ്രീലങ്കയിൽ 2 തവണ എത്തി ഹംബട്ടോഡ തുറമുഖത്ത്. അങ്ങനെ ചൈന തങ്ങളുടെ ശക്തി ഇന്ത്യക്ക് മുന്നിൽ കാട്ടിക്കൊടുത്തു. മെയ് ജൂലൈ മാസങ്ങളിൽ മറ്റൊരു ചൈനീസ് അന്തർവാഹിനി പാകിസ്ഥാനിൽ നങ്കൂരമിട്ട് പാകിസ്ഥാൻ അന്തർവാഹിനി വാങ്ങി എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. അപ്പോൾ ഇന്ത്യയും ഒരുങ്ങിയിരിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികസേനയായ ചൈനയുടെ ശേഷി 300-ലധികം കപ്പലുകളാണ്. ഈ എണ്ണത്തിൽ നിന്ന് വളരെ അകലെയാണ് ഇന്ത്യ. അത് ഇന്ത്യക്ക് വ്യക്തമായി അറിയാം. ഇന്ത്യയുടെ 137 കപ്പലുകളാണ് നിലവിലെ കപ്പൽപ്പടയിലുള്ളത്. ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ കഴിവുള്ള 4 എണ്ണം ഉൾപ്പെടെ കുറഞ്ഞത് 62 അന്തർവാഹിനികളെങ്കിലും ചൈനയ്ക്കുണ്ടെന്നാണ് വയ്പ്. അതോടെ 10 വർഷത്തിനുള്ളിൽ 200 കപ്പലുകളുള്ള നാവികസേന എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുകയാണ് ഇന്ത്യൻ നേവി. 2 വിമാനവാഹിനി കപ്പലുകളും ആണവ മുനയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടാൻ കഴിവുള്ള 3 ആണവ അന്തർവാഹിനികൾ ഉൾപ്പെടെ കുറഞ്ഞത് 100 പുതിയ യുദ്ധക്കപ്പലുകൾ കൂടി ഇന്ത്യ തങ്ങളുടെ ഫ്ലീറ്റിലേക്ക് ഉൾപ്പെടുത്തും.
ഇന്ത്യ അടുത്തിടെ ദ്വീപ് രാഷ്ട്രമായ മൗറീഷ്യസിലേക്ക് ഒരു യുദ്ധക്കപ്പൽ കയറ്റുമതി ചെയ്തിരുന്നു. കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡാണ് ഈ പെട്രോളിയം കപ്പൽ നിർമ്മിച്ചത്. ഫിലിപ്പൈൻസ്, വിയറ്റ്നാം ഈ രണ്ട് രാജ്യങ്ങൾക്കും ചൈനയുമായുള്ള ശത്രുത എപ്പോഴും പുലർത്തുന്ന രാജ്യങ്ങളാണ്. ഇവർക്കും ഇന്ത്യ പടക്കപ്പലുകൾ നൽകിയിട്ടുണ്ട്, പെട്രോളിംഗ് ബോട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ കില്ലർ പടക്കപ്പലുകളിൽ അന്തർവാഹിനികൾക്കെതിരെ പ്രയോഗിക്കാൻ ഇറേസർ മിസൈലുകൾ കൂടി എത്തുന്നതോടെ കടലിലെ ഇന്ത്യൻ പടക്കപ്പലുകളുടെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ നാവികസേന.